Dear students, welcome back. +1 അക്കൗണ്ടൻസിയിൽ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട തിയറി ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പബ്ലിക് പരീക്ഷകളിൽ പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടെയാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെയും സെക്കൻഡ് ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട തിയറി ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ക്ലാസ് കാണാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ +1 അക്കൗണ്ടൻസി ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഈ ചാനലിൽ കയറിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി അതിനോട് തുടർന്നുള്ള ബാക്കി ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള തിയറി ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻ അസറ്റ് അക്കൗണ്ട് വിൽ യൂഷ്വലി ഷോസ് ഡാഷ് ബാലൻസ് ഓൺലി. ഒരു അസറ്റ് അക്കൗണ്ട് സാധാരണ കാണിക്കുന്നത് ഡാഷ് ബാലൻസ് മാത്രമാണ്. നമുക്കറിയാം ഏതൊരു അസറ്റ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റ് അക്കൗണ്ടിൻ്റെയും ലാബിലിറ്റീസ് അക്കൗണ്ടിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും റവന്യൂ അക്കൗണ്ടിൻ്റെയൊക്കെ റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ, റൂൾസ് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ, അതുപോലെ ഏതൊക്കെ അക്കൗണ്ടിനാണ് ഡെബിറ്റ് ബാലൻസ് വരിക, ഏതൊക്കെ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ബാലൻസ് വരിക എന്നുള്ളത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ള ഒരു വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ടിനാണ് ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആൻ അസറ്റ് അക്കൗണ്ട് വിൽ യൂഷ്വലി ഷോസ് ഡാഷ് ബാലൻസ് ഓൺലി. ഏതൊരു അസറ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബാലൻസ് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അവിടെ ഇതിൻ്റെ ആൻസർ ഡെബിറ്റ് ബാലൻസ് എന്നാണ്. ഇനി അതുപോലെ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ദി ടൈപ്പ് ഓഫ് അക്കൗണ്ട് യൂഷ്വലി ഹാവിങ് എ ഡെബിറ്റ് ബാലൻസ് ഈസ്. അത് സാധാരണയായി ഏത് തരം അക്കൗണ്ടാണ് ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക? ഏതൊക്കെ തരം അക്കൗണ്ടാണ് ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക? അസറ്റ് അക്കൗണ്ടിനും അതുപോലെ എക്സ്പെൻസസ് അക്കൗണ്ടിനുമാണ് ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക. ബാക്കി എല്ലാ അക്കൗണ്ട്, അതായത് ലാബിലിറ്റി അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട്, ഇതിൻ്റെയൊക്കെ ബാലൻസസ് എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഡാഷ് എൻട്രി വൈൽ ലെഡ്ജർ ഈസ് ദി ബുക്ക് ഓഫ് ഡാഷ് എൻട്രി. ജേണൽ ഒരു ഡാഷ് എൻട്രിയുടെ ബുക്കും ലെഡ്ജർ ഒരു ഡാഷ് എൻട്രിയുടെ ബുക്കും ആവുന്നു. നമുക്കറിയാം ജേണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി. വൈൽ ലെഡ്ജർ ഈസ് ദി ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി. ലെഡ്ജറിനെ നമ്മൾ സെക്കൻഡറി എൻട്രി എന്നും ജേണലിനെ നമ്മൾ പ്രൈം എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി, രണ്ടാമത്തെ ഫില്ല് ചെയ്യേണ്ടത് സെക്കൻഡറി എൻട്രി. ജേണൽ ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഡാഷ് ബേസിസ്. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജേണൽ ഈസ് പ്രിപ്പയർഡ് ഓൺ എ ഡാഷ് ബേസിസ്. ജേണൽ തയ്യാറാക്കുന്നത് ഡാഷ് അടിസ്ഥാനത്തിലാണ്. എന്താണ് ആൻസർ? ഡെയിലി ബേസിസിലാണ് ഒരു ജേണൽ തയ്യാറാക്കുന്നത്. അതായത് ദൈനംദിന കാര്യങ്ങളാണ്, ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ആണ് ജേണൽ എന്ന് പറയുന്ന ഡേ ബുക്ക് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് പ്ലസ് ക്യാപിറ്റൽ. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഉണ്ട്, അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് പ്ലസ് ക്യാപിറ്റൽ. എന്താണ് ആൻസർ? അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശ്രീജേഷ് ഫോർ ക്യാഷ്. ശ്രീജേഷിൽ നിന്നും പണം കൊടുത്ത് സാധനം വാങ്ങിച്ചു. ഇൻ ദിസ് ട്രാൻസാക്ഷൻ വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. ഈ ട്രാൻസാക്ഷനിൽ ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജേണൽ എഴുതിയാൽ മതി. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശ്രീജേഷ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ്, അപ്പോൾ പർച്ചേസസിന് എപ്പോഴും ഡെബിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഗുഡ്സ് ആയതുകൊണ്ട്. ഫർണിച്ചറോ ബിൽഡിങ്ങോ ആണെന്നുണ്ടെങ്കിൽ ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യും, ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്, അപ്പോൾ പർച്ചേസേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ജേണൽ എന്താ വരിക? പർച്ചേസേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന ജേണൽ വരും. അപ്പോൾ ഏതിനെയാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്? ക്യാഷ്. ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജേണൽ ആൻഡ് ലെഡ്ജർ ആർ ടു ഇമ്പോർട്ടൻറ്റ് ബുക്സ് മെയിൻറ്റെയിൻഡ് ഇൻ അക്കൗണ്ടിങ്. അതായത് ജേണലും ലെഡ്ജറും അക്കൗണ്ടിങ്ങിലെ രണ്ട് പ്രധാനപ്പെട്ട ബുക്കുകളാണ്. സ്റ്റേറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ബുക്സ്. ഈ രണ്ട് ബുക്ക് തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. പർച്ചേസ് ഓഫീസ് ഫർണിച്ചർ ഫോർ ₹500 ബൈ ചെക്ക്. അതായത് ഫർണിച്ചർ വാങ്ങി, ഓഫീസ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, 500 രൂപയുടെ ഓഫീസ് ഫർണിച്ചർ വാങ്ങുന്നു. ഏത് അക്കൗണ്ട് ആണ് അവിടെ ഡെബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചെക്കാണ് കൊടുക്കുന്നത്, ചെക്ക് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. ദി അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഈസ് ഡാഷ്. ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് ഡിഫറൻസ് എഴുതാനാണ്. പക്ഷെ നമുക്ക് എല്ലാ ഡിഫറൻസും നോക്കാം.
അപ്പോൾ ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസസ് ഇതുപോലെ 2 എഴുതാനല്ലാതെ 5 മാർക്കിന് എഴുതാനും നമുക്ക് പരീക്ഷ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കള്ളി വരച്ചിട്ട് എഴുതുക. ജേണൽ എന്ന് പറയുന്ന ഒരു കോളും അതുപോലെ ലെഡ്ജർ എന്ന് പറയുന്ന ഒരു കോളും കൊടുക്കുക. ജേണലിൽ ഫസ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദി ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫസ്റ്റ് ഇൻ ദി ജേണൽ. അതായത് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രി ബുക്കാണ്, ആദ്യം തന്നെ തയ്യാറാക്കുന്ന ഒരു ബുക്കാണ്. അതിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ലെഡ്ജർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി, അവസാനം തയ്യാറാക്കുന്ന ഒരു ബുക്കാണ് ലെഡ്ജർ. ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫൈനലി ഇൻ ദി ലെഡ്ജർ. അവസാനമാണ് ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ്, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഡേറ്റ് ഇട്ടിട്ടാണ് ട്രാൻസാക്ഷൻസ് ജേണൽ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ആൻ അനലിറ്റിക്കൽ മാനർ. അവിടെ ഒരു വിശകലനം ചെയ്യുന്ന രൂപത്തിലാണ്, ഒരു അനലിറ്റിക്കൽ മാനറിലാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ, പർച്ചേസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പർച്ചേസസ് അക്കൗണ്ടിൽ, ഫർണിച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫർണിച്ചർ അക്കൗണ്ടിൽ, ഇങ്ങനെ ഒരു അനലിറ്റിക്കൽ ഓർഡറിലാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ്, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ്സ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് സോഴ്സ് ഡോക്യുമെന്റിന്റെ ബേസിലാണ്. സോഴ്സ് ഡോക്യുമെന്റ്സ് നോക്കിയിട്ട് അതിൽ നിന്നാണ് ട്രാൻസാക്ഷൻസ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ലെഡ്ജറിൽ പോസ്റ്റിംഗ് ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ജേണൽ. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് സോഴ്സ് ഡോക്യുമെന്റിൽ നോക്കിയിട്ടും, എന്നാൽ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത് ജേണലിനെ നോക്കിയിട്ടുമാണ്. ജേണലിന്റെ ബേസിലാണ് ലെഡ്ജറിലോട്ട് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഡിഫറൻസ്, ബാലൻസിങ് ഈസ് നോട്ട് ഡൺ. ജേണൽ എഴുതുമ്പോൾ നമുക്കറിയാം അവിടെ നമ്മൾ ബാലൻസ് ചെയ്യുന്നില്ല. എന്നാൽ ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ്. ലെഡ്ജർ അക്കൗണ്ടുകൾ എല്ലാം എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. അപ്പോൾ ജേണൽ ബാലൻസ് ചെയ്യുന്നില്ല, ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുന്നുള്ളതാണ് ഡിഫറൻസ്. ഈ ലാസ്റ്റ് ഡിഫറൻസ്, ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഈസ് കോൾഡ് ജേണലൈസിംഗ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്നത് ജേണലൈസിംഗ് എന്നാണ്. എന്നാൽ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്നത് പോസ്റ്റിംഗ് എന്നാണ്. ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദി ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. അപ്പോൾ ഇവിടുന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ജേണലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇവിടെ ആൻസർ കിട്ടി, പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ഡിഫറൻസ് ആണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമ്മോട് എഴുതാൻ പറഞ്ഞത്. പക്ഷേ ഈ 5 ഡിഫറൻസും പഠിച്ചു വെക്കുക, 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പർച്ചേസ് ഓഫീസ് ഫർണിച്ചർ ഫോർ റുപ്പീസ് 500 ബൈ ചെക്ക്. ദി അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഈസ്. 500 രൂപയുടെ ഓഫീസ് ഫർണിച്ചർ വാങ്ങുന്നു. ഏത് അക്കൗണ്ട് ആണ് അവിടെ ഡെബിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫർണിച്ചർ ആണ് പർച്ചേസ് ചെയ്യുന്നത്, അതും ചെക്കായിട്ടാണ്. അപ്പൊ എന്താ ജേണൽ വരിക? ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് ജേണൽ വരിക. അപ്പൊ അവിടെ ഏതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? ജേണലിലെ ഫർണിച്ചറിനല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ഫർണിച്ചർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുഡ്സ് withdrawn by the proprietor for personal use are debited to dash. Goods withdrawn by the proprietor. ഉടമസ്ഥൻ സ്വന്തം ആവശ്യത്തിനായി പേഴ്സണൽ യൂസിനായിട്ട് സാധനങ്ങളാണ് പിൻവലിക്കുന്നത്, ക്യാഷ് അല്ല. അപ്പോൾ അതിന്റെ ജേണൽ എൻട്രീസും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് നോക്കുക നിങ്ങൾ. എന്തായാലും ഇവിടെ പറയാം. അപ്പോൾ സാധനങ്ങളാണ് വിഡ്രോ ചെയ്യുന്നത്. സാധനങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ ജേണൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. ക്യാഷ് ആണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അതും ക്യാഷ് ഓഫീസ് യൂസിനാണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അതുപോലെ ബാങ്കിൽ നിന്നും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണ്? ഗുഡ്സ് വിഡ്രോൺ ബൈ ദി പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ് ആർ ഡെബിറ്റഡ് ടു ഡാഷ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ എങ്ങോട്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഗുഡ്സ് വിഡ്രോ ചെയ്ത ജേണൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങോട്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ടിലോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോർമലി ദി ക്യാഷ് ബുക്ക് ഷോസ് എ ഡാഷ് ബാലൻസ്, പാസ്ബുക്ക് ഷോസ് ഡാഷ് ബാലൻസ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ ഒരു ക്യാഷ് ബുക്ക് എന്ത് ബാലൻസ് ആണ് കാണിക്കുന്നത്, അതുപോലെ ഒരു പാസ്ബുക്ക് എന്ത് ബാലൻസ് ആണ് കാണിക്കേണ്ടത്? ക്യാഷ് ബുക്ക് എല്ലായ്പ്പോഴും നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കേണ്ടത്. പാസ്ബുക്കിന്റെ ബാലൻസ് എല്ലായ്പ്പോഴും
ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ക്യാഷ് ബുക്ക് ബാലൻസ് എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, എന്നാൽ പാസ്ബുക്ക് ബാലൻസ് എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ആൻസർ ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതത് സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദി ബാങ്ക് കോളം ഓഫ് ദി ക്യാഷ് ബുക്ക് മീൻസ് എ ഡാഷ്. ക്യാഷ് ബുക്കിൽ നമുക്കറിയാം ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷ് കോളം ഉണ്ടാവും, ബാങ്ക് കോളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിൻ്റെ ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആൻസർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് കേട്ടോ. അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്: ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദി പാസ്ബുക്ക് മീൻസ് എ ഓർ ആൻഡ് ഡാഷ് ടു ദി ഡെപ്പോസിറ്റർ. പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായ നിക്ഷേപകന് അത് ഡാഷ് ആണ്. നിക്ഷേപകന് അതെന്താണ്? അസറ്റ് ആണ്. പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് അസറ്റ് ആണ്. അവിടെ ക്യാഷ് ഉണ്ട്, ബാക്കിയുണ്ട് എന്നർത്ഥം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ബൈ ദി ഡാഷ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് സാധാരണയായി തയ്യാറാക്കുന്നത് ആരാണ്? അപ്പോൾ അതിന് ആൻസർ ആണ് ട്രേഡർ, വ്യാപാരി അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ. ട്രേഡർ അല്ലെങ്കിൽ മറ്റൊരു പേര് അക്കൗണ്ട് ഹോൾഡർ ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അവിടെ കുട്ടികൾ പലപ്പോഴും തെറ്റിക്കാറുണ്ട്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ, അപ്പോൾ ബാങ്ക് അല്ലേ തയ്യാറാക്കുന്നതുകൊണ്ട് തെറ്റിക്കാറുണ്ട് ആൻസർ. അപ്പോൾ തെറ്റിക്കരുത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് ആരാണ്? അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ ട്രേഡർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദി ബാലൻസ് ഡാഷ്. ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് ഏതൊക്കെ ബാലൻസ് വെച്ചുകൊണ്ടാണെന്നാണ്. 2 ബാലൻസ് വെച്ചിട്ട് ചെയ്യാം, പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ടും ചെയ്യാം, ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ആൻസർ ബോത്ത് പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക് ബാലൻസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പാസ്ബുക്ക് ഈസ് എ കോപ്പി ഓഫ് ഡാഷ്. പാസ്ബുക്ക് എന്തിൻ്റെ കോപ്പിയാണ്? അപ്പോൾ എന്തിൻ്റെയാണ്? കസ്റ്റമറുടെ അക്കൗണ്ടിൻ്റെ കോപ്പിയാണ്. അപ്പോൾ ആൻസർ കോപ്പി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദി കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ ഒത്തുനോക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഡാഷ് ആണ്. ഏതാണ് ആൻസർ? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ആൻസർ: ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദി കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ടു റീകൺസൈൽ ദി പാസ്ബുക്ക് ബാലൻസ് വിത്ത് ക്യാഷ് ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്ക് ബാലൻസ് പാസ്ബുക്ക് ബാലൻസ് നമ്മൾ ഒത്തുനോക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ്, വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്നും പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്നിങ് വാരിയസ് ലെഡ്ജർ ബാലൻസസ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് അടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആൻസർ ഏതാണ്? ട്രയൽ ബാലൻസ്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഡാഷ് ഹെൽപ്സ് ഇൻ വെരിഫൈങ് ദി കറക്റ്റ്നെസ് ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ കൃത്യത പരിശോധിക്കാൻ ഡാഷ് സഹായിക്കുന്നു. എന്താണ് ആൻസർ? ട്രയൽ ബാലൻസ് കേട്ടോ. ട്രയൽ ബാലൻസ് നമ്മൾ തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ കറക്റ്റ്നെസ്, അതിന്റെ കൃത്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ വേറെ രൂപത്തിലും ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു അസർട്ടൻ അരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടുകളുടെ അരിതമെറ്റിക്കൽ ആക്യുറസി, ഗണിതപരമായ കൃത്യത അറിയുവാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അതിനുള്ള ആൻസറും എന്ത് തന്നെയാണ്? ട്രയൽ ബാലൻസ് ആണ്. ഇതെന്ന് ചോദിച്ചാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രയൽ ബാലൻസ് ഈസ് ഡാഷ്. ട്രയൽ ബാലൻസ് ഒരു ഡാഷ് ആണ്. അക്കൗണ്ട് ആണോ, സ്റ്റേറ്റ്മെന്റ് ആണോ, സബ്സിഡറി ബുക്ക് ആണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. എന്താണ് ട്രയൽ ബാലൻസ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ആസ് ഡാഷ്.
ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കാനുണ്ട്, കൊടുത്തില്ല, അതിനാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത്. അതായത് അതൊരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. ആർ ഷോൺ ആസ് ഡാഷ്, അത് എന്താണെന്നുള്ളതാണ്. എന്താണ്? ലാബിലിറ്റി ആണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെയിൽസ് ആർ ഈക്വൽ ടു ഡാഷ്. സെയിൽസ് ഏതിന് തുല്യമാണ്? സെയിൽസ് കാണാനുള്ള ഇക്വേഷൻ ആണ് സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ്. അതാണ് സെയിൽസ് ആർ ഈക്വൽ ടു ഡാഷ് എന്നാണ് ആൻസർ. സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ സെയിൽസ് എന്തിന് തുല്യമാണെന്ന് ചോദിച്ചത്. അപ്പോൾ സെയിൽസ് എന്തിന് തുല്യമാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പിയേഴ്സ് ഇൻ ദി ട്രയൽ ബാലൻസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ ദി ഡാഷ് ഓൺലി. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം ട്രയൽ ബാലൻസിൽ തന്നിട്ടില്ലെങ്കിൽ, നമുക്കറിയാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ചെയ്യുന്നത് നമ്മൾ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ്. അപ്പോൾ അന്നേരം ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എവിടെ മാത്രമാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൽ മാത്രമാണ് കേട്ടോ. ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ക്യാൻ ബി കമ്പ്യൂട്ടഡ് ബൈ ഡിഡക്റ്റിംഗ് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം സെയിൽസ്. സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനങ്ങളുടെ വില, അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അത് കുറച്ചാൽ ഡാഷ് കണക്കാക്കാം. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണത്. എന്ത്? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഗ്രോസ് ലോസ് കാണാനുള്ള ഇക്വേഷനോ? അതിന് നേരെ ഓപ്പോസിറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് നെറ്റ് സെയിൽസ്. അപ്പോൾ സെയിൽസിൽ നിന്നും വിറ്റ സാധനങ്ങളുടെ വില കുറച്ചാൽ കിട്ടുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഗ്രോസ് ലോസിനുള്ള ഇക്വേഷനും പഠിച്ചേക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സെയിൽസ് കാണാനുള്ളത്, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞില്ലേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് ആണ് ഏതിന് തുല്യമായിട്ടുള്ളത്? സെയിൽസിന് തുല്യമായിട്ടുള്ളത്. സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് നെറ്റ് സെയിൽസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഷോൺ ഓൺ ദി ഡാഷ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒരു ലാബിലിറ്റിയാണ്. അപ്പോൾ എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ. അപ്പോൾ നമുക്കറിയാം ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതുപോലെ അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇങ്ങനെ 6 ഡിപ്രീസിയേഷൻ, 6 അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 6 അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒന്നിൻ്റെ 2 സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിക്കും. അതായത് 2 സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 സ്ഥലങ്ങളിൽ കാണിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 2 സ്റ്റേറ്റ്മെൻറ്റിലാണ് കാണിക്കുന്നത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും പിന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലുമാണ് കാണിക്കുക. അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അതുപോലെ ചില എക്സ്പെൻസസ് റെന്റ്, സാലറി, ഇതുപോലത്തെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും വരും, അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും വരും. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അക്രൂഡ് ഇൻകം, അത് 2 സ്ഥലങ്ങളിൽ വരും. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും. അതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും, അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ. മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും. ഇങ്ങനെ 2 സ്ഥലങ്ങളിൽ കാണിക്കുന്നതിനാണ് നമ്മൾ 2 സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ വളരെ ചുരുക്കി തന്നിട്ട് ഈ 6 അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നിടത്തും ഇതേറെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദി സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഒരു ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി കാണിക്കുന്ന പ്രസ്താവന ഡാഷ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഏതാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ഡാഷ് അക്കൗണ്ട് ഈസ് ടു അസർട്ടൈൻ ദി ഫിനാൻഷ്യൽ റിസൾട്ട്. സാമ്പത്തിക ഫലം കണ്ടുപിടിക്കാൻ ഏത് അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്? ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം.
അപ്പോൾ അത് ഭംഗിയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവുന്നതാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ്. ഇഫ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഗ്രോസ് ലോസ്, ഇഫ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസും ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആവാം. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നെറ്റ് ലോസും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്. നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കും കേട്ടോ. ഇനി ഗ്രോസ് പ്രോഫിറ്റിനെ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലോട്ടാണ്. ബാലൻസ് ഷീറ്റിലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട്. നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും, നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ മറ്റൊരു പേരാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ മറ്റൊരു പേരാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ട്രേഡിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ഓപ്പറേറ്റിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിനാണ് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പർച്ചേസ് റിട്ടേണിന്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വേർഡ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് റിട്ടേൺ ആണെന്ന് മനസ്സിലാക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാനുള്ളതാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇതിലുണ്ട്, ചാനലിലുണ്ട്. അത് നിങ്ങൾ കയറിയിട്ട് കാണും. അതും +1 അക്കൗണ്ടൻസി ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും അതുപോലെ ബാലൻസ് ഷീറ്റിനെയും കൂട്ടായിട്ട് അറിയപ്പെടുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാം. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അതിലൊന്നും പരീക്ഷ ചോദിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മാനുവൽ അക്കൗണ്ടിങ് നമ്മുടെ ഡിഫറൻസസ് ആണ്. അതായത് മനുഷ്യൻ ചെയ്യുന്ന അക്കൗണ്ടിങ് വർക്കും കമ്പ്യൂട്ടർ ചെയ്യുന്ന അക്കൗണ്ടിങ് വർക്കും അതൊക്കെ നിങ്ങൾക്ക് കുറേ എഴുതാനായിട്ട് പറ്റും. അതിന് സ്പീഡ് ഉണ്ട്, ആക്യുറസി ഉണ്ട്, കൃത്യത ഉണ്ടായിരിക്കും, അതായത് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ. അതിന് എഫിഷ്യൻസി ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് മെച്ചങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന് അഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ നിന്ന് 1 വേർഡ് ഒരു ക്വസ്റ്റ്യൻ കാണുന്നത് ദി ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ഡാഷ്. കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസിന് നമ്മൾ അറിയപ്പെടുന്ന പേര് ഹാർഡ്വെയർ എന്നാണ് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ അഡ്വാൻറ്റേജസ് വെച്ചിട്ടും അതുപോലെ മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകെ അത് മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതും പഠിച്ചു വെക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും മാനുവൽ അക്കൗണ്ടിങ് നമ്മുടെ ഡിഫറൻസ് ഞാൻ ഇവിടെ ഇടാം. ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും ഇടാം. നിങ്ങളതൊന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ മതി. കാണാതെ തന്നെ പഠിക്കണം എന്നില്ല. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. മനുഷ്യൻ അക്കൗണ്ടിങ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും അതിന് പകരം കമ്പ്യൂട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ ചാപ്റ്ററിലെയും തിയറി ഭാഗങ്ങൾ നമ്മൾ ഇതിനകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റും. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, താങ്ക്